എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പൊ ഇന്നുണ്ടല്ല നമ്മുടെ ചെറുചാള കിട്ടിയപ്പോളേ വിചാരിച്ചു നല്ല പച്ചക്കുരുമുളക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാന്ന്. അപ്പൊ വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്ടാ. നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കുമ്പോണ്ടല്ല, വാവ് എന്തൊരു രുചിയാന്നറിയോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇപ്പോഴാണെങ്കിൽ കുരുമുളകൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം ട്ടാ. നല്ല അടിപൊളി ആയിട്ടുള്ള റെസിപ്പിയാണ് ട്ടാ. പിന്നെ ഞാൻ ഇതിലുണ്ടല്ല ഈ ചാള നന്നാക്കണ ഒരു വീഡിയോയും കൂടി ഇട്ടിട്ടുണ്ട് ട്ടോ. അപ്പൊ നമ്മുടെ ചാനലിൽ എപ്പോഴും ഒരു റിക്വസ്റ്റ് വരാറുണ്ട് ഈ ചാള ഒന്ന് നന്നാക്കണ വീഡിയോ ഇടണേന്ന്. മിക്കവർക്കും നന്നാക്കാനായിട്ട് അറിയാവുന്നതാണ്, എങ്കിലും നമ്മൾ ഒരാൾ റിക്വസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അതും നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പൊ അതേ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുചാളയാണ് ട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളിത് ഇതേപോലെ ഒരു കത്തിയും കത്രികയും വെച്ചിട്ട് ഈസി ആയിട്ടാണ് ട്ടോ ഇത് നന്നാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇതിന്റെ ചെതമ്പലൊക്കെ ഒന്ന് വരണ്ടി കളയുക. അതിനുശേഷം അതിന്റെ വാല് ഈ കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ട്ടോ. അതുപോലെ തന്നെ അതിന്റെ ഇതേ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഉണ്ടല്ലോ ഇതിന്റെ ഈ തലേര അവിടെ നിന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ആ വയറിന്റെ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കുടലൊക്കെ ഇല്ലേ, അത് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇനി അതിന്റെ ആ ചെകിളേറെ ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ചിലവർ അതൊക്കെ എടുത്തിട്ട് വറക്കാറുണ്ട്. ഇനി അത് വേണ്ട, തലഭാഗം മാത്രം വേണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കത്തി കൊണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം എന്താ നോക്കിയാൽ നമ്മുടെ ചാള വളരെ സിമ്പിളായിട്ട് നമ്മളിവിടെ നന്നാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. ഇനി നിങ്ങൾക്ക് തല വേണ്ടെങ്കിൽ ഇത് ആ ഭാഗത്തു നിന്ന് തന്നെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാതും ഇവിടെ കട്ട് ചെയ്ത് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പം ഞാനിവിടെ തല കളഞ്ഞത് ഇട്ടുണ്ട്, തല എടുത്തിട്ടുമുണ്ട്. അങ്ങനെ ആക്കിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇത് നമ്മൾ നന്നായിട്ട് തന്നെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് നമുക്ക് ഈ കുരുമുളക് ഇട്ടിട്ട്, അതായത് പച്ചക്കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് ട്ടോ. അപ്പൊ ആദ്യം കുറച്ച് പച്ചക്കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയൊരു കഷ്ണമാണ് എടുത്തുള്ളത്. അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ട്, ചെറുള്ളി ഉണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ടുണ്ടല്ലോ ഒരു മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ആദ്യം ഈ കുരുമുളക് ഞാൻ ഇതേപോലെ അതിന്റെ കുരു മാത്രം എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ട്ടോ. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ചെറുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചി, ഇതിലേക്ക് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കേണ്ടത് കുറച്ച് പൊടികളാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇതും ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതും കൂടി മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇതിനെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം ട്ടോ. അപ്പം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഉണ്ടല്ലോ നമുക്ക് വറുക്കാനായിട്ട് ആവശ്യമുള്ള മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. അതിനുശേഷം ഇതിനൊന്ന് വരിഞ്ഞെടുക്കണം. അപ്പം നമുക്ക് വറക്കാനായിട്ട് നന്നായിട്ട് തന്നെ വരിഞ്ഞെടുക്കാം. എന്നിട്ടുണ്ടല്ലോ ഈ അരപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരപ്പൊക്കെ ഈ മീനിലേക്ക് നന്നായിട്ട് പിടിച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിക്കണം. അപ്പം എങ്കിലാണ് ട്ടോ ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരുമാതിരി പച്ച ചൊവ്വ പറയില്ലേ, അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ അരപ്പ് ഇതിൽ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വറുക്കാനായിട്ട് പാടുള്ളൂ ട്ടോ. അപ്പം ഇതിനായിട്ട് നമുക്ക് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം. ഇനി 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട്. അതിലേക്ക് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ മീൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ട്ടോ. അപ്പം നമ്മൾ ആ അരപ്പോട് കൂടി തന്നെ മീൻ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ട്ടോ. അപ്പം എങ്കിലാണ് അതിൻ്റെ ആ ഒരു മണമൊക്കെ ആ മീനിലേക്ക് ഇങ്ങനെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ട്ടോ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ നമ്മൾ എല്ലാ മീനും ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അത് ഇതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പച്ചക്കുരുമുളക് ഇട്ടിട്ടുള്ള ചെറുചാള വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്ടോ. അപ്പം നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ചെറുചാളയൊക്കെ കൂട്ടി കഴിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു അപാര ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം നമുക്ക് മിക്കവർക്കും ചാളയൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളതാണ്. മാത്രമല്ല ചാളയ്ക്ക് കുറേ അധികം ഗുണങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു
അടിപൊളിയായിട്ടുള്ള ഒരു ഫിഷിലൊന്നാണ് ചാള. മാത്രമല്ല അതാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു പച്ചക്കുരുമുളകൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതിലേറെ അടിപൊളിയാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും. അപ്പൊ ചാളയൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടാ. അപ്പൊ നമുക്ക് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.